നാട്ടുകൾ വിഷൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. തിരുമാതാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ജില്ലയിലെ പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായ കോങ്ങാട് തിരുമാതാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായി. കുറുവല്ലൂർ ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഭദ്രദീപം തെളിയിക്കൽ, ആചാര്യവരണം, ഭാഗവത സപ്താഹ മഹാത്മ്യം, പ്രഭാഷണം, വൈകിട്ട് അമൃതനൃത്തകലാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായി. തിങ്കളാഴ്ച സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, വരാഹാവതാരം തുടങ്ങിയവയുടെ പാരായണം നടക്കുന്നു. മാഞ്ചേരിക്കാവ് അക്ഷരനാരായണീയ പാരായണ സമിതിയുടെ നാരായണീയ പാരായണം, വൈകിട്ട് വത്സൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി എന്നിവയും ഉണ്ടാകും. 8 ഞായറാഴ്ച സപ്താഹം സമാപിക്കുമെന്ന് പാരമ്യ ട്രസ്റ്റി ശാസ്ത്രശർമ്മൻ, നമ്പൂതിരിപ്പാട് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ജിതേഷ് എന്നിവർ അറിയിച്ചു. 2 ദിവസമായ ചൊവ്വാഴ്ച കപിലാവതാരം, കപിലോപദേശം തുടങ്ങിയവയുടെ പാരായണമുണ്ടാകും. തൃപ്പുലിക്കൽ നാരായണീയ പാരായണ സമിതി അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം, വൈകിട്ട് നാമസങ്കീർത്തനം എന്നിവയും ഉണ്ടാകും. സഹൗരമേ ഭഗവാൻ കുടുംബാത്രേ ലക്ഷ്മി കക്ഷിയെ ക്ഷണികേ ഭഗവതി അരിയസ്മേ സ്വരൂപം ലളിതഗതിവിലാസവദ്വാസപ്രണയീക്ഷണകൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധാഃ പ്രകൃതിയോഗഞ്ജലയസ്യ ഗോഭവദ്വാ മുനിഗണനവൈദ്യ സമ്പുലേന്തസ്സദസി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണോപേനൈക്ഷണ്യോ ഋഷിഗോചരേഷാദിരാമ തമിമോഹമജം ശരീരഭാജം ഹൃദി നിഷ്ഠിരമാത്മവർത്തിതാനാം പ്രതിവശമിവ നൈകഥാർത്ഥമേകം സമധികരോസ്മി വിധൂതഭേദമോഹ സുഖവാച കൃഷ്ണേവം ഭഗവതി മനോവാ കൃഷ്ണോതിഭേ അനന്യാത്മാനോദേശ്യ സ്വം ദശ്വാസ ഉപാരമൻ സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണ്യസ്കരേ സർവേ ബഹൂസ്തേ തൂഷ്ണീം വരാംസി മുദിനാത്യേ തത്ര ദുർഗഭയോ നേതുർദേവാനോവാദിതാഃ ശശംസുതോരാജ്ഞാം ധാത്തേ ദുഷ്ടൂഷ്ടയാം തസ്യ നൃഹരാദീനി സംവേദസ്യവാ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത തുഷ്ടോർമയോ ഹൃഷ്ടാഃ കൃഷ്ണം ദുഃഖ്യനാമഭി തദസ്തേ വിഷ്ണുഹൃദയാ സ്വാശമാൻവയസ്പുനഃ തതോ യുധിഷ്ഠിരോ ഗത്വാ സർവസ്മാൻ ശിവരം സാമയാമാസ ഗാന്ധാരീം ചതവസ്മീം പിത്രാ ചാനുമതോ രാജ വാസുദേവാനുമോദിന സകാരരാജ്യം ധർമ്മേണ പിതൃവൈതാഹം വിഭോ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംശതമിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരരാജകുലംബോ നാമോധ്യായാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമോ ഭഗവതേ വാസുദേവായ. ശൗനക ഉവാച കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.